വെൽക്കം ടു ഹഫീസ് റെസിപ്പി ടൈം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഓറഞ്ച് കാൻഡിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയിരിക്കും. കാരണം നല്ല മധുരമുള്ള ഒരു നാരങ്ങ മിഠായി എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് പല രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ഓറഞ്ച് സ്ലൈസ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്ലൈസ് ആക്കി എടുക്കുക, എന്നിട്ട് അതിൻ്റെ സീഡ് കളയണം. സീഡ് കളഞ്ഞില്ലെങ്കിൽ കയ്പ്പ് വരും. അതുകൊണ്ട് നമ്മൾ സീഡ് കളഞ്ഞിട്ട് ഇത് 2 പ്രാവശ്യം ബോയിൽ ചെയ്തെടുക്കണം, എന്നാൽ അതിൻ്റെ ആ കയ്പ്പ് മാറിക്കിട്ടുള്ളൂ. അപ്പം നമുക്കിതെങ്ങനെ ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഒരു പാനിൽ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ സ്ലൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോ സ്ലൈസും 2 പ്രാവശ്യം നമ്മളിത് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇത് നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇത് നമുക്ക് ഈ ഓറഞ്ച് ക്യാൻഡി നമുക്കിതിൻ്റെ ഈ പീല് വെച്ചിട്ടും ഓറഞ്ച് പീല് വെച്ചിട്ടും ഓറഞ്ച് ക്യാൻഡി ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി രണ്ടാമത് ബോയിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ രണ്ടാമതും ഈ ഓറഞ്ച് സ്ലൈസ് ബോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റിയെടുക്കാം. അതിൻ്റെ വെള്ളം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് എടുക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 കപ്പ് ഷുഗറിലേക്ക് നമ്മൾ ഇനി 1/2 കപ്പ് വാട്ടറും ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് മധുരം, ഇത് നല്ല മധുരം കൂടുതലുള്ള ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മധുരം ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മധുരം കുറക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഓറഞ്ച് സ്ലൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓറഞ്ച് പീല് വെച്ച് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ തന്നെ ആണ് കേട്ടോ ചെയ്യുക. ആ പീല് മാത്രം കട്ട് ചെയ്തിട്ട് ഈ സിറപ്പിലേക്ക് ആഡ് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ നമ്മൾ ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ടും ചെയ്യാറുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മളിത് ഒരു 3/4 മണിക്കൂർ ബോയിൽ ചെയ്യണം. അപ്പോൾ നമ്മളൊരു 3/4 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ കാരമലൈസൊക്കെ ചെയ്യുമ്പോൾ കാണില്ല, അതുപോലെ നല്ല തിക്കായിട്ട് ഇത് വന്നിട്ടുണ്ട്. നമുക്കിത് കണ്ടാൽ തന്നെ ഇത് ആയ പരുവം മനസ്സിലാവും. നമ്മളൊരു വെള്ളത്തിലേക്ക് ഈ ഒരു ഇത് ഒഴിച്ച് കൊടുത്താൽ അതൊരു നൂല് പോലെ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ആയമില്ലെന്ന് നമുക്ക് മനസ്സിലാവും. ഇതൊരു കട്ടി, നല്ലൊരു കട്ടി പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മളുടെ ക്യാൻഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്യാൻഡി ഒന്ന് ചൂട് വിട്ടതിന് ശേഷം വേണം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഷുഗർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ചൂട് വിട്ടിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ക്യാൻഡി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഈ ഷുഗർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഞാൻ പറയാൻ നല്ല മധുരമുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഈ ഓറഞ്ച് ക്യാൻഡി നമ്മൾ ഓറഞ്ച് അതിൻ്റെ അല്ലി വെച്ചിട്ടും ചെയ്യാറുണ്ട്, അതിൻ്റെ തൊലി വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട്, ജ്യൂസ് വെച്ചിട്ടും ചെയ്യാറുണ്ട്. അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ട്രൈ ചെയ്ത്.
അപ്പോൾ ഈ സ്ലൈസ് വേണമെങ്കിൽ നമുക്ക് ഹാഫ് പോർഷൻ ചോക്ലേറ്റിൽ ഡാർക്ക് ചോക്ലേറ്റിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു.